എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വാഴച്ചുണ്ട് കുടപ്പൻ എന്നൊക്കെ പറയുന്ന വാഴക്കുടപ്പൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വൻപയറും കൂടെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുടപ്പൻ മാത്രമായിട്ട് കറി വയ്ക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുടപ്പനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് ഈ ഒരു രീതിയിലാണ് ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾ ചോപ്പറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ്. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒരു 2 തവണ അതിലേക്കിട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ കുടപ്പൻ്റെ എടുക്കാത്ത ആ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ നമുക്കത് മാറ്റി കൊടുക്കാം. വളരെ ഈസിയാണ്. ചോപ്പറിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കില്ല. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ആ എടുക്കേണ്ടാത്ത ഭാഗം മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചോപ്പറിലേക്ക് ഈ രീതിയിൽ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, ഒട്ടും ടൈം എടുക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്തതാണ് ഇത്. അതിനുശേഷം ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ് അളവിൽ വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നമ്മൾ മാറ്റുവാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 4-5 ചുവന്നുള്ളി 2 വെളുത്തുള്ളിയും ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ശേഷം ഒരു പാത്രം ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുവാണ്. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ ഓൾറെഡി വൻപയറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ഇളക്കി ഒന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ പേർക്കും ഈ കുടപ്പൻ മാത്രമായിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഒട്ടും മടുപ്പ് കൂടാതെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള കുടപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. വിഷരഹിതമായ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വൻപയറും ആഡ് ചെയ്യുന്നുണ്ട്. വൻപയർ ഞാൻ നോർമലി അത് 3 വിസിലാണ് വേവാറുള്ളത്. അതുകൊണ്ട് ഇവിടെ 2 വിസിൽ മാത്രം അടിച്ച് ഞാനത് മാറ്റിയിരിക്കുകയാണ്. ഇനി കുടപ്പൻ വെന്ത് വരുന്ന ആ സമയം കൂടെ പയർ ഇതിലേക്ക് കിടക്കേണ്ടത് കാരണം 2 വിസിലടിച്ചതിന് ശേഷം ഞാനത് മാറ്റി. ഇനി ഈ കുടപ്പൻ വേവുന്ന സമയം കൊണ്ട് അത് കറക്റ്റ് ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടും. വൻപയർ ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു കറിയാണ്. അത് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം അതൊന്ന് അടച്ച് വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം. ഇത്തിരി ടൈമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ കുടപ്പനും പയറും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു
പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികളാവട്ടെ, ഇതുപോലെ വാഴക്കുടപ്പനൊക്കെ ആവട്ടെ, നമ്മളത് കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം നമുക്ക് കൂടുതൽ മാർക്കറ്റിൽ കിട്ടുന്നത് ഇതുപോലെ വിഷം കൂടുതൽ അടങ്ങിയ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ ഡയറ്റിലാണെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ രീതിയിലെല്ലാം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ വെറുതെ കുടപ്പൻ മാത്രമായിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ മടുപ്പുണ്ടാവുക. അതുപോലെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടുതൽ കഴിക്കും. നമുക്ക് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള വിഷരഹിതമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.